ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വളം. ഇന്ന് ഇതിനെ കുറിച്ചാണ് പറയണത്. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാന്റ് ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് ഒരു മൈക്രോ ന്യൂട്രിയൻസ്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അത് പക്ഷെ അതിന്റെ ഒരു വേറൊരു രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്യണതാണ്. ഇത് നമ്മുടെ പുതിയ ഒരു ഓർക്കിഡ്, ഒരു മിനിയേച്ചർ വെറൈറ്റി. അത് ഫ്ലവർ ആയതാണ്. 2 സ്പൈക്ക് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഒരു 4 ഫ്ലവറും ഉണ്ട്. ഒരെണ്ണത്തിൽ ഒരു 8-9ഓളം പൂക്കളും ഉണ്ടായിട്ടുണ്ട്. രണ്ടും ഒരു ചെടിയിൽ നിന്ന് വന്നേക്കണ 2 സ്പൈക്കാണ് കേട്ടോ. ഒരു മിനിയേച്ചർ വെറൈറ്റി. ഇതിന്റെ ഐഡിയ ഒന്നും എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. നല്ല ഭംഗിയില്ലേ കാണാൻ. രണ്ടും ഒരു ചെടിയിൽ നിന്ന് തന്നെ, ഒരു പ്ലാന്റിൽ നിന്ന് ഉണ്ടായത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ്. ഇത് സംഭവം. ഇതന്ന് ഞാൻ കാണിച്ചപ്പോ പലരും ഇത് എവിടെന്നാ വാങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇവിടെ കടയിൽ നിന്നാണ് വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് അധികം വിലയൊന്നുമില്ല, 140 രൂപ. ഇതിപ്പോ ഒരു 2 വർഷമായിട്ട് എൻ്റെ അടുത്തുള്ളത്. ഞാനങ്ങനെ എപ്പോഴൊന്നും കൊടുക്കാറില്ല. ഞാൻ പറയാറുണ്ടല്ലോ, മഴക്കാലത്തൊന്നും ഒരു സാധനം കൊടുക്കാറില്ല. ഇതേപോലെ വേനൽ വരുമ്പോ മാത്രമാണ് ഞാൻ എന്തെങ്കിലും വളങ്ങൾ കൊടുക്കാറുള്ളത്. മൈക്രോ ന്യൂട്രിയൻസ് ഇതിങ്ങനെ ഇരിക്കും. പിന്നെ ഇത് നമ്മുടെ പൊട്ടാഷ് ഞാൻ കാണിച്ചിട്ടില്ലേ. ഇതാണ് പൊട്ടാഷ്. അത് ഫ്ലവറിങ്ങിനുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി ഇന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കണത്. അപ്പൊ അത് എന്തിനാണെന്ന് ഞാൻ പറയാവേ. ഇതിപ്പോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ടും ഒഴിച്ച്, പിന്നെ കുറച്ച് നമ്മുടെ പൊട്ടാഷിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിപ്പോ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടേ. കൂടുതൽ എടുത്തിട്ടെന്ന് പറഞ്ഞാല് നമ്മൾക്ക് കുറച്ചധികം ചെടികളുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒരുമിച്ചാക്കി ഒഴിച്ചാണ് കേട്ടോ കൊടുക്കണത്. അല്ലാതെ സ്പ്രേ ചെയ്തൊന്നുമല്ല കൊടുക്കുന്നത്, ഒഴിച്ച് കൊടുക്കും. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തതാണേ. ഇതൊന്നും കൂടി ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഓർക്കിഡിനൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ടേ. എല്ലാത്തിനും ചോട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇത് ഫ്ലവറിങ് ആവാറായവർക്കാണ് കേട്ടോ ഇത് കൊടുക്കണത്. കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്. പൊട്ടാഷ് എന്ന് പറയുന്നത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഓക്കെ, ഇത് എപ്പോഴും പറയാറുള്ള പോലെ ഒരു കപ്പ് എടുത്ത് ഇത്തിരി കഞ്ഞിവെള്ളം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഇങ്ങനെ കുറേശ്ശെ ചോട്ടില് ഒഴിച്ചു കൊടുക്കും. ഇത് അധികം ഒഴിച്ചു കൊടുക്കാത്തത് അതിന്റെ ചട്ടിയിൽ തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്തോട്ട് ആ വളം, നമ്മൾ ഒഴിക്കണ വളം ഒരു കാരണവശാലും പുറത്തേക്ക് ഒഴുകി പോകരുത്. ആ ചട്ടിയിൽ തന്നെ തങ്ങി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ഇതിപ്പോ എൻ്റെ പുതുതായിട്ട് വിരിഞ്ഞ ഒരു അഡീനിയം പൂവാണ്. ഇതിന്റെ ആദ്യമായിട്ട് വിരിഞ്ഞത് കൊണ്ടാണ്. ഇത് ചില പൂക്കൾ ഇങ്ങനെ ആദ്യമായിട്ട് വിരിയുമ്പോഴത്തേക്കും ഇങ്ങനെ സൈഡൊക്കെ ഈ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേഗം ഇത് ഈ രീതിയിൽ കൊടുത്തത്. ഇതിപ്പോ ഫ്ലവറിങ് ഞാൻ തന്നെത്താൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ്, ഒരു ഫ്ലാറ്റ് ഗ്രാഫ്റ്റ്. ഇത് ഫ്ലവറിങ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ പൊട്ടാഷ്യം കൊടുക്കാം, കുറച്ച് മൈക്രോ ന്യൂട്രിയൻസും കൂടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് നമ്മൾ കൊടുത്ത നമ്മുടെ ഈ ഫ്ലവർ ഇതൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ പൂവിട്ട് തുടങ്ങി, നല്ല വലിയ ഫ്ലവർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പുതിയതായിട്ട് വിരിഞ്ഞ ആൾക്ക് അപ്പൊ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങനെ കൊടുക്കണത്. ഇനിയിപ്പോ പൊട്ടാഷൊക്കെ നന്നായിട്ട് കൊടുക്കാമല്ലോ.
ഫ്ലവറിങ് സീസൺ ആയില്ലേ. പിന്നെ അതാ നമ്മുടെ പുതിയൊരാളും കൂടി ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്, ഒരു സുന്ദരി. പിന്നത്തെ അടുത്ത ഇതൊരു നാടനല്ല, ഇത് മൾട്ടിപ്പെറ്റൽ സീഡ് വീണിട്ട് ഇതാ കണ്ടില്ലേ, ഇതാണ് അതിന്റെ ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആവും, കൊഴിയാറാവുമ്പോ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിലേക്ക് വരും. ഒരെണ്ണം കൊഴിഞ്ഞു പോയി, ഞാനിപ്പോ പിടിച്ചപ്പോ പോയത്. അതിങ്ങനെ നല്ല ഒരു ബഞ്ചായിട്ട് നിക്കണായിരുന്നു. അടുത്തത് നമ്മുടെ കാർണേഷൻ, ഒരു കുറേ പൂവിട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. ഇപ്പുറത്തും ഉണ്ട്, പുറത്തൊക്കെ കൊഴിയാറായി, പക്ഷെ നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ അടുത്ത ഒരു സുന്ദരി. അങ്ങനെ അടീനിയം പൂക്കാലം തുടങ്ങി. പിന്നെ ഇപ്പുറത്ത് കുറച്ച് പേര് നിൽപ്പുണ്ട്. ഒരു സിംഗിൾ പെറ്റൽ, അതും നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരാളെയും കൂടി കാണിക്കാം. അടുത്ത സുന്ദരി. നല്ല വെയിലായി തുടങ്ങിയിട്ട് ഇവിടെ പൂട്ടേക്കണത് കണ്ട, നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ, എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ എന്താ പറയാ, ഒന്ന് ജീവൻ വെച്ച് വരും. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.